ക്രിസ്ത്യാനോ റൊണാൾഡോ എല്ലാവരും കളിയാക്കിയിരുന്നു. ഒട്ടക ലീഗിൽ കളിക്കുന്ന പ്ലെയർ എന്നുള്ള രീതിയിൽ. ക്രിസ്ത്യാനോ റൊണാൾഡോ വന്നതിന് ശേഷമാണ് സൗദി പ്രോ ലീഗിന് ഭയങ്കരമായിട്ടുള്ള വിസിബിലിറ്റി കിട്ടിയത്. റൊണാൾഡോ, നെയ്മർ ഇവരുടെയൊക്കെ വരവിന് ശേഷമാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷേ ഓൾറെഡി അവർ ഈ സൗദി പ്രോ ലീഗ് അവരുടെ ഒരു ക്ലബ്സിനെയൊക്കെ ഭയങ്കരമായിട്ട് ടോപ്പ് നോച്ച് ആക്കി ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഇവരിലൂടെ ഈ ഫേമസ് ആയിട്ടുള്ള പ്ലേയേഴ്സിലൂടെ അവർ വിസിബിലിറ്റി മാത്രമാണ് കൂട്ടിയിട്ടുള്ളത്. അൽ ഹിലാൽ പോലത്തെ ടീമൊക്കെ അടിപൊളിയായിട്ട് തന്നെ അവരെ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് അൽ ഹിലാൽ ക്ലബ് വേൾഡ് കപ്പ് റൗണ്ട് ഓഫ് 16 പ്രീ ക്വാർട്ടറിൽ 4-3 എന്നുള്ള സ്കോറിനെ കൊണ്ട് അൽ ഹിലാൽ മാഞ്ചസ്റ്റർ സിറ്റിയെ എടുത്ത് പുറത്താക്കി കളഞ്ഞു. മാഞ്ചസ്റ്റർ സിറ്റി എന്ന് പറഞ്ഞത് ഒരു ചെറിയ ടീമല്ല. ഓക്കെ, സൗദി പ്രോ ലീഗിലെ ഒരു ടീമും മാഞ്ചസ്റ്റർ സിറ്റിയും അത് അത്ര എന്താ പറയുക, ആ ഒരു മാഞ്ചസ്റ്റർ സിറ്റി ഈസി ആയിട്ട് വിജയിക്കുമെന്ന് വിചാരിച്ചൊരു മാച്ചായിരുന്നു അത്. പക്ഷേ അൽ ഹിലാൽ അവരെ സിമ്പിളായിട്ട് എടുത്ത് പുറത്താക്കി കളഞ്ഞു. സിമ്പിളായിട്ടല്ല, അത്യാവശ്യം ടഫ് മാച്ചായിരുന്നു. നല്ലൊരു മാച്ചായിരുന്നു കേട്ടോ. നമ്മളെ ആസ് എ വ്യൂവർ ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുള്ള എഡ്ജ് ഓഫ് ദ സീറ്റ് മൊമെൻറ്റിൽ ഇരിക്കുന്ന മാച്ചസ് ആയിരുന്നു ഈ ഒരു മാച്ച് എന്ന് പറയുന്നത്. ഈ ഒരു മാച്ചിൽ 4-3 എന്നുള്ള സ്കോറിനാണ് മാഞ്ചസ്റ്റർ സിറ്റിയെ എടുത്ത് പുറത്താക്കി കളഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫിൽ തന്നെ മാഞ്ചസ്റ്റർ സിറ്റി ബെർണാഡോ സിൽവയിലൂടെ ഒരു ഗോൾ സ്കോർ ചെയ്ത് അവർ മുന്നിലെത്തി. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം എൻ്റർടൈനിങ് ആണ്, ഒരു ആവറേജ് രീതിയിൽ. പക്ഷേ സെക്കൻഡ് ഹാഫ് തുടങ്ങി. സെക്കൻഡ് ഹാഫിൻ്റെ ആദ്യത്തെ ഒരു 10 മിനിറ്റ് അത് എഡ്ജാതി എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. നമുക്കൊരു എഡ്ജ് ഓഫ് ദ സീറ്റ് മൊമെൻ്റ് ആയിരുന്നു ആ ഒരു ആദ്യത്തെ ഒരു 10 മിനിറ്റ് എന്ന് പറയുന്നത്. തുടക്കത്തിൽ തന്നെ മാൽക്കമിൻ്റെ ഒരു കിടിലം, അൽ ഹിലാലിൻ്റെ റൈറ്റ് വിങ് ഫോർവേഡായിട്ടുള്ള മാൽക്കമിൻ്റെ ഒരു കിടിലം ഒരു അറ്റാക്കിലൂടെ ലിയനാർഡോ ഒരു ഗോൾ സ്കോർ ചെയ്ത് അവർ 1-1 ഉള്ള സ്കോറിൽ മുന്നിലെത്തി. പിന്നെ മാൽക്കം വീണ്ടും ഒരു ഗോൾ സ്കോർ ചെയ്ത് അൽ ഹിലാൽ മുന്നിലെത്തി. പിന്നെ മാഞ്ചസ്റ്റർ സിറ്റി ഒരു ഗോളും കൂടി സ്കോർ ചെയ്ത് 2-2 എന്നുള്ളൊരു സ്കോറായിട്ട് ഈക്വലൈസ് ചെയ്തു. ഇത് ആ സെക്കൻഡ് ഹാഫിൻ്റെ ആദ്യത്തെ 10 മിനിറ്റ് നടന്ന കാര്യമാണ് ഈ പറയുന്നത്. സോ അത് ഭയങ്കരമായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. ഈ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത്, അതിന് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്, അതായത് അൽ ഹിലാൽ എന്ന് പറഞ്ഞത് ഭയങ്കരമായിട്ട് പേസിൽ കളിക്കുന്ന ഒരു ടീമാണ്. പേസ്ഡ് അറ്റാക്കിംഗ് ആണ് അവരുടെ. മാഞ്ചസ്റ്റർ സിറ്റി ആണെന്നുണ്ടെങ്കിൽ പെപ് ഗാർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റി ഭയങ്കരമായിട്ട് സ്ലോ ബിൽഡപ്പാണ്. അവർ പാസിട്ട് പയ്യായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവർ ഈ സിറ്റി ഭയങ്കരമായിട്ട് സ്ലോ ബിൽഡപ്പിൽ പാസിട്ട് വരുന്ന സമയത്ത് റൂബൻ ഡിയാസ് സിറ്റിയുടെ ഡിഫൻസ് അടക്കം അൽ ഹിലാലിൻ്റെ ബോക്സിലോട്ട് എത്തുന്നു. അൽ ഹിലാൽ അവിടെ നിന്ന് ഒരു ബോൾ കിട്ടുന്നു, പെട്ടെന്ന് കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നു. അവർ പേസ്ഡ് അറ്റാക്കാണ് അവരുടെ, അത്യാവശ്യം പേസുള്ള പ്ലേയേഴ്സാണ്. അവർ സിമ്പിളായിട്ട് ഇപ്പുറത്തെ ഒരു അറ്റാക്ക് ചെയ്ത് ഗോൾ സ്കോർ ചെയ്യുകയാണ്. അതാണ് ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. ആ രണ്ടാമത്തെ മാൽക്കമിൻ്റെ ഗോളൊക്കെ കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മാൽക്കം ഈസി ആയിട്ട് ആ ഒരു ഗോൾ സ്കോർ ചെയ്തു അവർ ആ ഒരു കൗണ്ടർ അറ്റാക്കിലൂടെ. അതായത് സിറ്റി അതിനനുസരിച്ച് മാറണമായിരുന്നു. പലപ്പോഴും ഈ ഒരു സ്പോട്ട് ഓൺ ഡിസിഷൻസിൽ മാച്ചിൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. എസ്പെഷ്യലി ഇൻ ദ നോക്കൗട്ട് സ്റ്റേജിലും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള നോക്കൗട്ട് സ്റ്റേജിൽ സ്പോട്ട് ഓൺ ഡിസിഷൻസ് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ അതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു മാച്ചിൽ കണ്ടത്. അൽ ഹിലാലിൻ്റെ സിമിയോൺ ഇൻസാഗി വളരെ കൃത്യമായിട്ട് സിറ്റിയുടെ മൂവ്മെൻറ്റ്സ് മനസ്സിലാക്കി അവിടെ അദ്ദേഹം സ്പീഡി ആയിട്ടുള്ള പ്ലേയേഴ്സിനെ യൂസ് ചെയ്തു, അവിടെ ഗോൾ സ്കോർ ചെയ്തു. അങ്ങനെയാണ് ആക്ച്വലി നടന്നത്. പിന്നെ വേറൊരു എക്സാമ്പിൾ, വേറൊരു ഉദാഹരണം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 63-ാമത്തെ മിനിറ്റിൽ സിമിയോൺ ഇൻസാഗിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റി. എനിക്ക് തോന്നിയ കാര്യം അതാണ് കേട്ടോ, ടു ബി ഫ്രാങ്ക് പറയാലോ. കാരണം റൈറ്റ് വിങ് ഫോർവേഡ് ആയിട്ടുള്ള മാൽക്കമിനെ 63-ാമത്തെ മിനിറ്റിൽ അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം ആ ഒരു സമയത്ത് അൽ ഹിലാലിൻ്റെ കയ്യിൽ നിന്നും ആ ഒരു അറ്റാക്കിംഗ് കൺട്രോൾ അങ്ങോട്ട് പോയി. ഓക്കെ, മാൽക്കമിന് തന്നെ എന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ് മാൽക്കം. അദ്ദേഹത്തിന് തന്നെ വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ഫേസ് കണ്ടപ്പോൾ എനിക്കതാ തോന്നിയത്. ആ മാൽക്കമിനെ പിൻവലിച്ചു, കൺട്രോൾ മൊത്തം സിറ്റിയുടെ കയ്യിൽ കിട്ടി. പക്ഷേ സിറ്റി അപ്പോഴും വീണ്ടും ആ ഒരു സെയിം റിപ്പീറ്റ് പരിപാടി. സ്ലോ ബിൽഡപ്പിലൂടെയാണ് അവർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവർ റൈറ്റ് വിങ്ങിലൂടെ സാവിനിയോയിലൂടെയും ഡോക്കുവിലൂടെയും കുറച്ചും കൂടി സ്പീഡ് ആയിട്ടുള്ള അറ്റാക്ക് കൊണ്ടുവരണമായിരുന്നു എനിക്ക് തോന്നിയ കാര്യം. ഡോക്കു ഒക്കെ പിന്നെയും കുറച്ചും കൂടി സ്പീഡിയാക്കാൻ നോക്കി, പക്ഷേ അദ്ദേഹത്തിനെ കൊണ്ടൊന്നും പറ്റുന്നില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ അവർക്ക് ആ ഒരു 63 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം 90 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് ഒരു ഗോൾ സ്കോർ ചെയ്യാമായിരുന്നു. ആ ഒരു സമയത്ത് ഒരു 80% ബോൾ പൊസഷൻ സിറ്റിയുടെ കയ്യിലായിരുന്നു, അൽ ഹിലാലിൻ്റെ കയ്യിലില്ലായിരുന്നു. പക്ഷേ പറയാലോ, അൽ ഹിലാലിൻ്റെ ഡിഫൻഡേഴ്സ് കൂലിബാലിയും റൂബൻ നവാസും റനൻ ലോധി ഇവർ 3 പേരും നല്ല ഒക്കെ ഡിഫെൻഡ് ചെയ്തു. സിറ്റിയെ ഒരു ബോൾ പോലും അങ്ങോട്ട് കടത്തി വിടാൻ സമ്മതിച്ചില്ല അൽ ഹിലാൽ. ആ ഒരു അവരുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയ സമയത്ത്. ഓക്കെ, അങ്ങനെ സിറ്റി അവിടെ അവർ പരാജയപ്പെട്ടു. പിന്നെ സിറ്റി 90 മിനിറ്റിൽ 2-2 എന്നുള്ളൊരു സ്കോറിന് മാച്ച് അവിടെ അവസാനിച്ചു. എക്സ്ട്രാ ടൈമിലോട്ട് കളി പോകേണ്ടി വന്നു. 90 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ സിമിയോൺ ഇൻസാഗിക്ക് മനസ്സിലായി, അൽ ഹിലാലിൻ്റെ ടീമിന് കോച്ചിന് മനസ്സിലായി എവിടെയാണ് അദ്ദേഹത്തിന് മിസ്റ്റേക്ക് പറ്റിയത്. അതിനനുസരിച്ച് അദ്ദേഹം കുറച്ച് ഫോർവേഡ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കൊണ്ടുവന്നു. അങ്ങനെ അവർക്ക് അതിൻ്റെ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ, എക്സ്ട്രാ ടൈമിൻ്റെ ഫസ്റ്റ് ഹാഫിൽ തന്നെ റൂബൻ നവാസിൻ്റെ ഒരു കോർണറിൽ നിന്നും കൂലിബാലി ഒരു ഹെഡ് ചെയ്ത് ഒരു കിടിലൻ ഗോൾ സ്കോർ ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മാച്ചിലെ പ്ലെയർ ഓഫ് ദി മാച്ച് എന്ന് പറയുന്നത് കൂലിബാലിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവിടെ
പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു അറ്റാക്കിങ്ങിൽ ഒരു ഗോളും സ്കോർ ചെയ്തു. ഓക്കെ, ലിയനാർഡോ എന്ന് പറഞ്ഞിട്ടുള്ള അൽ ഹിലാലിൻ്റെ സ്ട്രൈക്കറാണ് ഇന്നത്തെ പ്ലെയർ ഓഫ് ദി മാച്ച്. അദ്ദേഹം 2 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഡിസേവിങ് അല്ല എന്നല്ല, പക്ഷെ എനിക്ക് തോന്നിയത് കൂലിബാലിക്ക് കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അങ്ങനെ കൂലിബാലിയിലൂടെ 3-2 എന്നുള്ള സ്കോറിന് അൽ ഹിലാൽ മുന്നിലെത്തി. പിന്നെ മാഞ്ചസ്റ്റർ സിറ്റി ഷെർക്കിയെയും ഫിൽ ഫോഡനെയും പെപ് ഗാർഡിയോള ഇറക്കി വിട്ടു. അത് നല്ലൊരു തീരുമാനമായിരുന്നു. അവരുടെ രണ്ടുപേരുടെയും കോമ്പിനേഷനിൽ ഫിൽ ഫോഡൻ ഒരു ഗോൾ സ്കോർ ചെയ്തു. അങ്ങനെ 3-3 എന്നുള്ള രീതിയിൽ സ്കോറായിട്ട് മാറി. അങ്ങനെ എക്സ്ട്രാ ടൈമിൻ്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. എക്സ്ട്രാ ടൈമിൻ്റെ സെക്കൻഡ് ഹാഫിലോട്ട് പോയി. സെയിം അൽ ഹിലാൽ ആ ഒരു ലിയനാർഡോയിലൂടെ വീണ്ടും ഒരു ഗോൾ സ്കോർ ചെയ്തു. ഈ ഒരു സെയിം മെത്തേഡ് ആട്ടോ. സിറ്റി അവിടെ സ്ലോ ബിൽഡപ്പ് ചെയ്യുന്നു, എല്ലാവരും അൽ ഹിലാലിൻ്റെ ഹാഫിലോട്ട് പോകുന്നു, അവർ പെട്ടെന്ന് ഇങ്ങോട്ട് സ്പീഡി ആയിട്ടുള്ള ഒരു അറ്റാക്ക് ചെയ്യുന്നു, ലിയനാർഡോ ഗോൾ സ്കോർ ചെയ്തു. അവരപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല പെപ് ഗാർഡിയോള. എനിക്കങ്ങനെയാണ് തോന്നിയത്. ഓക്കെ, അങ്ങനെ 4-3 എന്നുള്ള സ്കോറിന് അവർ മുന്നിലെത്തി. പിന്നെ ടൈം കുറച്ച് മാത്രമേ ബാക്കിയുള്ളായിരുന്നു. സിറ്റി കുറേ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ അവർക്ക് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ മാച്ച് അങ്ങനെ അവസാനിച്ചു. അൽ ഹിലാൽ മാഞ്ചസ്റ്റർ സിറ്റിയെ കട്ടക്ക് അങ്ങോട്ട് ഞെട്ടിച്ചു. അവരെടുത്ത് പുറത്താക്കി കളഞ്ഞു ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ. ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പ് ആക്ച്വലി നോക്കൗട്ട് സ്റ്റേജിലോട്ട് കടന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് കോമ്പറ്റീറ്റീവായി, നമുക്ക് ഭയങ്കരമായിട്ട് എൻ്റർടൈനിങ് ആയി ഒരു മാച്ചസ് ഒക്കെ. സാധാ ഒരു നാഷണൽ വേൾഡ് കപ്പ് കാണുന്ന പോലെയൊക്കെ ഒരു ഫീല് മാച്ചസ് ആയി ഒരു ക്ലബ്ബ് വേൾഡ് കപ്പ്. എന്തായാലും അങ്ങനെ സിറ്റി എന്തായാലും അവർ പുറത്തായിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത്, അതായത് ഇപ്പോൾ അൽ ഹിലാലാണല്ലോ ക്വാർട്ടർ ഫൈനലിലോട്ട് ക്വാളിഫൈ ആയത്. അവരുടെ ഒപ്പോണൻറ്റ് എന്ന് പറയുന്നത് ഫ്ലൂമിനൻസ് ആണ്. അതായത് അതും ഒരു ഞെട്ടിച്ചുള്ളൊരു വിജയം തന്നെയാണ്. ഫ്ലൂമിനൻസ് വേഴ്സസ് ഇൻ്റർ മിലാൻ ആയിരുന്നു ആ ഒരു റൗണ്ട് ഓഫ് 16 ഉണ്ടായിരുന്നു. 2-0 എന്നുള്ളൊരു സ്കോറിന് ഇൻ്റർ മിലാനെ എടുത്ത് പുറത്താക്കി കളഞ്ഞു ഫ്ലൂമിനൻസ്. ആ ഒരു മാച്ചിൽ സത്യം പറയല്ലോ ഇൻ്റർ മിലാൻ്റെ ദിവസമല്ലെന്ന്. അവർ നല്ല പോലെ കളിച്ചിട്ടുണ്ട്, പക്ഷേ അവരുടെ 2 ഷോട്ടൊക്കെ അവരുടെ വുഡ് വർക്കിലൊക്കെ തട്ടിപ്പോയിട്ടുണ്ട്. നല്ല അറ്റാക്ക് ചെയ്തിരുന്നു, പക്ഷേ അന്ന് കഴിഞ്ഞ ദിവസം ഫ്ലൂമിനൻസിൻ്റെ ദിവസമായിരുന്നു. അവർ 2 ഗോൾ സ്കോർ ചെയ്തു, അവർ മുന്നിലോട്ടെത്തി. അതാണ് ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ പ്രശ്നം. ഒരു മാച്ച് അയാളെ പ്രശ്നം, അന്നത്തെ ദിവസം ലക്കില്ലെങ്കിൽ മൂഞ്ചിപ്പോവും. ആ ഒരു അവസ്ഥയായിരുന്നു കഴിഞ്ഞ ദിവസം ഇൻ്റർ മിലാൻ. അവർ നല്ല കളി കളിച്ചിരുന്നു. സത്യസന്ധത പറഞ്ഞാൽ ഞാൻ ആ കളി കണ്ടു. നല്ല കളി അവർ കളിച്ചു. ലൗത്രോ മാർട്ടിനസിൻ്റെ ഒരു ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു, പോസ്റ്റുമ തട്ടിപ്പോയി. ഡിമാർക്കോൻ്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, പോസ്റ്റുമ തട്ടിപ്പോയി. അവർ നല്ല കളി കളിച്ചു. പക്ഷേ ഫ്ലൂമിനൻസ് തിയാഗോ സിൽവയൊക്കെ പ്രോപ്പറായിട്ട് നല്ല ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. അവർ നല്ല അറ്റാക്കും ചെയ്തു. അവരുടെ ലക്കും ഉണ്ടായിരുന്നു. അതങ്ങനെയാണല്ലോ, ഹാർഡ് വർക്കും പിന്നെ കളിയും പിന്നെ ഒരു ലക്കും കൂടെ വേണം, എന്നാലേ നമുക്ക് ആ ഒരു വിജയിക്കാൻ പറ്റുള്ളൂ. ആ ഒരു ലക്ക് ഫ്ലൂമിനൻസിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവർ വിജയിച്ചു. അപ്പോൾ ഫ്ലൂമിനൻസ് വേഴ്സസ് അൽ ഹിലാൽ ആയിരിക്കും ഒരു ക്വാർട്ടർ ഫൈനൽ, ഒരു സെറ്റ് ഓഫ് ക്വാർട്ടർ ഫൈനൽ. അങ്ങനെ 3 ക്വാർട്ടർ ഫൈനൽ ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഉണ്ട്. അതിലാണ് റയൽ മാഡ്രിഡ് യുവൻറ്റസും ഒരു റൗണ്ട് ഓഫ് 16 ഉണ്ട്. ബൊറൂസിയ ഡോട്ട്മുണ്ടും മോണ്ടാസറിയും ഒരു റൗണ്ട് ഓഫ് 16 ഉണ്ട്. ഇവർ ഈ ഒരു 4 ടീമിൽ 2 ടീം ക്വാളിഫൈ ആവും. അവരായിരിക്കും അടുത്ത സെറ്റ് ഓഫ് ക്വാർട്ടർ ഫൈനൽ. ഇന്നാണ് ആ ഒരു മാച്ച് ഉള്ളത്. സോ നമുക്ക് നോക്കാം. എന്തായാലും ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പ് കോമ്പറ്റീറ്റീവ് ആയി എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു കഴിഞ്ഞ മാച്ച് എന്ന് എനിക്ക് തോന്നി. സോ നമുക്ക് നോക്കാം. എന്തായാലും താങ്ക് യു സോ മച്ച്.